പോയിട്ടേ അവനൊന്ന് കാണാം. പിന്നെ ഹിപ്നോട്ടിസം അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാം കൂടിയിട്ടുള്ളതാണ്. ഹലോ, പമ്പ് കിട്ടാൻ വല്ല വകുപ്പുണ്ടോ? എന്നാ കയറ്റാ, അത് കയറ്റി. ഇത് എനിക്ക് തോന്നുന്നു പഞ്ചറല്ലാന്നുണ്ടില്ല. ഇതാണ് പൊന്നാനി വില്ലേജ് മാത്രമേ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് അറിയില്ല. നമ്മുടെ അടുത്ത് ഓട്ടോട്ടലിൽ മുട്ട പറയാ പമ്പ് വരാൻ പറയും. നേരം ഒന്ന് കളിക്കേണ്ട, പള്ളിയുടെ ഉള്ളിലാണ് കളിക്കുന്നത്. ശരിയല്ല, കിളിവാതിൽ എന്നൊക്കെ പറയില്ല അതിന്. അല്ല, അങ്ങനെയല്ല പറയാ അല്ലേ? ഭക്ഷണം മെസ്സിലാണല്ലോ നിങ്ങളൊക്കെ. ഓ, ഇതാണ് അവൻ്റെ സ്കൂൾ കേട്ടോ. സ്കൂളുണ്ടല്ലോ അല്ലേ? അപ്പോൾ കണ്ടതാണ് നമ്മൾ ഹൈസ്കൂള് MIHSS പൊന്നാനി. ബോയ്സിലാണ് പഠിച്ചിരുന്നത് കേട്ടോ. ഇൻട്രോ വീഡിയോയിൽ നമ്മൾ ആനിമേഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വീഡിയോസും അവർ ചെയ്യുന്നുണ്ട്. അവരുടെ കോൺടാക്ട് നമ്പറും ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് കയറി വിസിറ്റ് ചെയ്യും. നേരെ വില്ലേജ് മാത്രമല്ല അടുത്ത് പോവാം. അപ്പോൾ അവിടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അന്ന് ഫ്രഷപ്പായിട്ട് പള്ളിയിലൊന്ന് പോവാം. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ്, TB ഹോസ്പിറ്റലാണ്. പ്രസവവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നവീകരിച്ചതാണ്. അപ്പോൾ പൊന്നാനി ഹാർബർ, തുറമുഖം പോണ റോഡ് ഇവിടെ നിന്ന് നേരെ കയറണമാണ്. പക്ഷെ ഇന്ന് അവിടെ പോയിട്ട് കാര്യമില്ല. കാരണം അവിടെ ജങ്കാറും ഉണ്ടാവില്ല, സർവീസ് ബോട്ടോ ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു ദിവസം വരും ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് വന്ന് റൈറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായി നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് കാണാൻ പോകണമെന്ന്. അപ്പോൾ ആള് കൗൺസിലിംഗ് ആണ്, ഹിജാമ ചെയ്യുന്നുണ്ട്, അക്യുപഞ്ചർ ചെയ്യുന്നുണ്ട്, പിന്നെ ചികിത്സ ചെയ്യുന്നുണ്ട്. ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്യുന്ന വെരിക്കോസിനാണ്. അതവിടെ ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അക്യുപഞ്ചർ, അക്യുപഞ്ചർ അപ്പോൾ അവിടെ തുറന്നിട്ടൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. അവിടെ ആളെ കാണുമെന്ന് വെച്ചാൽ അവിടെ നിന്ന് സംസാരിക്കുക. അതെല്ലാം വെച്ചാൽ അവൻ റൂമിലായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ തുറന്നിട്ടൊന്നും അറിയില്ല. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ അവിടെ അവസ്ഥ എന്നറിയില്ല. വണ്ടിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ് പൊന്നാനി. വണ്ടിപ്പേട്ട പൊന്നാനി നിന്ന് സ്ട്രീറ്റ് സ്റ്റൈലാണ് വണ്ടിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലം. IG സെൻ്റർ. അവിടെ തുറന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ സർപ്രൈസ് കൊടുക്കാം. നമ്മളൊക്കെ അങ്ങോട്ട് പോയിട്ടേ അവനൊന്ന് കാണാം. അസ്സലാമു അലൈക്കും.
അല്ല പച്ച ഗ്ലാസ്. അസ്സലാമു അലൈക്കും. സൈക്ലിംഗ് ആണ്, സൈക്ലിംഗ്. ആ അപ്പൊ നമ്മളെ കൂട്ടാൻ സ്ഥലം കേട്ടോ. സൈക്ലിംഗ് പ്ലസ് വ്ളോഗും കൂടി ഇറങ്ങിയതാ. ഏതങ്ങനത്തെ ചെയ്യുന്നു. ഇതപ്പോൾ നമ്മളെ ഫ്രണ്ട് ഇല്യാസ് ഐ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഐ ജി. അല്ല അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂട്ടുകാരന്മാരെ അടുത്ത് വരുമ്പോൾ നമ്മളെ കൂട്ടുകാരന്മാർ അത്ര റേഞ്ച് ചെയ്യുന്നില്ല അറിയണ്ടേ. ഞാൻ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിജാമിസ്റ്റാണ്, അക്യോപെഞ്ചിസ്റ്റാണ്, പിന്നെ ഹിപ്നോട്ടിസം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിഷയം പിന്നെ കാണാം കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം പേഴ്സണലായിട്ട് സംസാരിക്കാം. ഞങ്ങൾ അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഹിജാമ ഒരെണ്ണം ഞാൻ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നീട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് അടക്കം നമ്മൾ ചെയ്യാമെന്നുള്ള പ്ലാനിങ് ഉണ്ട്. അതുപോലെ അട്ടജിൽസ് നമ്മളെ ഫേസിൽ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതും കൂടി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഞാൻ ചെയ്യും. പഞ്ചറാണെന്ന് സംശയമുണ്ട്. പമ്പ് കിട്ടാൻ വല്ല വകുപ്പുണ്ടോ? എന്നാ കയറ്റ അത് കയറ്റട്ടെ. പുറത്ത് വെച്ച് ശരിയാവില്ല. തുറക്ക സീസൺ. ആ പമ്പ് അടിച്ചു വെക്കും. എന്താ പഞ്ചറാവാൻ ചാൻസ് അല്ല. സൂചി പഞ്ചറോ? അതാണിത് നമ്മുടെ ബുറാക്ക്. പമ്പ് ഞാൻ എടുത്തിട്ടില്ല. പണിപ്പാളി ഇനി എവിടെയെങ്കിലും വല്ല പണി കിട്ടീന്ന് നോട്ടെ. ആ എയർ ഇങ്ങനെ പോയിട്ടില്ലാണ്. ഇത് എനിക്ക് തോന്നുന്നു പഞ്ചറല്ലാന്നുണ്ടില്ല സാർ. എയർ തിരിച്ചു കയറിയ ഇല്ല എയർ തിരിച്ചറിയില്ല. ഞാൻ ഇറങ്ങിയ കാരണം പഞ്ചറല്ലാന്ന് തോന്നുന്നു. എയർ പോയിട്ടുള്ളതാ. ഇതാണ് പൊന്നാനി വലിയ ജുമാത്തുള്ളി. സ്റ്റിക്ക് എടുത്തില്ല. പൊന്നാനി കുളം. ഇത് കുളിക്കാല്ലേ കുറച്ച് മിനിറ്റ് വന്നിട്ട്. പൊന്നാനി വലിയ ജുമാത്തുള്ളി രണ്ടാം മക്ക നല്ല അറിയപ്പെടാ. ഇത് നമ്മളെ കൂട്ടാനൊക്കെ പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ. നമ്മളെ സ്ഥാപനത്തിൻ്റെ തന്നെയാണ്. ഇതാണ് മോനത്തുൽ ഇസ്ലാം സഭയുടെ ഫ്രണ്ട്. ഇതിൻ്റെ കീഴിലാണ് നമ്മളും പഠിച്ചിരുന്നത്. ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആ മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് അറിയില്ല. നമ്മുടെ അടുത്ത ഹോട്ടലിലെ മുട്ടപ്പത്തിരി അല്ല, ഇവിടെ നെയ്യപ്പം പോലത്തെ ഒരു സാധനമാണ്. അത് മൈദ, അരിപ്പൊടി ഇതൊക്കെ വെച്ചുള്ള വിഭവമാണ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം. ഇപ്പം പൊന്നാനിയുടെ ദേശീയ കടി മുട്ടപ്പത്തിരി കേട്ടോ. അത് മുന്നെടുത്തതാണ്. അടച്ചാ അതാണോ? ഇവരടച്ചാ പമ്പ് വരാൻ പറയും.
അപ്പോൾ നമ്മൾ അവിടുന്ന് കാറ്റടിച്ചു. തൊട്ടടുത്ത് തന്നെയാണ് വലിയ ജുമാഅത്ത് പള്ളി. അപ്പോൾ ദുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പള്ളിയിലേക്ക് നീങ്ങാം. ബാക്കി വിശേഷം കാണാം. ഇതൊക്കെ കുടുംബക്കാരാണ് ശരിക്കും ഒന്നാമൻ ഇത്രയാണ് ആദ്യത്തെ അല്ല ശ്രദ്ധിക്കാന്ന് ഇതിൻ്റെ തല മൊത്തമുള്ള കാര്യം ചൂടാ. മാഷാ അല്ലാഹ്. ഞാൻ എത്ര ആളായിട്ട് ശരിക്കും കയറിയിട്ടുണ്ടോ പ്രാവശ്യം, പക്ഷെ ഇങ്ങനെ ഞാൻ കയറിയില്ല. മൊത്തം ഒറ്റ മരല്ലേ? ഒറ്റൊരു മരം കൊണ്ട് പണി കഴിച്ച പള്ളിയാണ് കേട്ടോ വലിയ ജുമാഅത്ത് പള്ളി. അത് ചരിത്രം അറിയുന്നവർക്കറിയാം. ഇത് ഒരൊറ്റ മരം കൊണ്ട് പണി കഴിച്ച പള്ളിയാണ്. അത് ഒരു അത്ഭുതം തന്നെയാണ്. ആ പള്ളിയുടെ ഏറ്റവും ടോപ്പിൽ ഞാൻ എത്തി. ഈ കാണുന്നത് ജിന്നുംകൂട് എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കണം. എന്തായാലും എന്നെ കൊണ്ട് കയറാൻ പറ്റും. തടിയില്ലാത്ത ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാം. തടിയില്ലാത്തവർക്ക് സുഖമായിട്ട് കയറാം. പക്ഷെ നല്ല ചൂടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. കയറിയപ്പോൾ എനിക്ക് നല്ല ചൂട് അനുഭവപ്പെട്ടു. ഇതിൻ്റെ താഴെയൊക്കെ നല്ല കൂളിംഗ് ആണ്. ഇതിനുള്ളിൽ മാത്രം നല്ല ചൂടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ അത്ര അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നല്ല ഉച്ച സമയത്താണ് ഞാൻ കയറിയത്. അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഇതിനുള്ളിൽ പണ്ട് ജിന്നുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. ഓട് കണ്ടോ, അത്ര ചെറുതാണ് കേട്ടോ. ഭയങ്കര ചൂടുണ്ട്, ഭയങ്കര ചൂടാണ്. ഇതിന് ഇവിടെ ശരിക്കും ഈ സ്ഥലത്തിനെന്ന് പറയാ, ഈ മേലിരിക്കുന്നത് ജിന്നും കൂടുന്നല്ലേ പറയാ ഇതിനെ. ജിന്നും കൂടുതലാണല്ലോ ഞാനിരിക്കുന്നത്. ഭയങ്കര ചൂടിൻ്റെ ഉള്ളിൽ വേർത്ത് കുളിച്ച്. ക്യാമറയുടെ എവിടെയും കാണുന്നുണ്ടാവും ചിലപ്പോൾ. എന്തായാലും ഇവിടുന്ന് വേഗം ഇറങ്ങാം, ചൂടെടുത്ത് നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ചൂടാണ് ഇതിനുള്ളിൽ. അപ്പോൾ ഇതിന് മേലൊക്കെ ഞാൻ കയറി. ഇതിന് മേലൊക്കെ ഒരാൾക്ക് ശരിക്കും കയറാൻ പറ്റില്ല. എനിക്ക് കയറാൻ ഭയം ഉണ്ടായി. നിസ്കാരം കഴിഞ്ഞിട്ട് കയറിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അധികം നേരം ഒന്നും കളിക്കേണ്ട, പള്ളിയുടെ ഉള്ളിലാണ് കളിക്കുന്നത്, ശരിയല്ല. അപ്പോൾ കാഴ്ചകൾ കാണാൻ വേണ്ടി കയറിയെന്നുള്ളൂ. കൂളിങ്ങില്ലാത്തത്. പിന്നെ ഇനി പുറത്തുനിന്നുള്ള കാഴ്ച കാണിച്ചത് ടോക്കിന് കാണുന്ന പോലെ കിളിവാതിൽ എന്നൊക്കെ പറയില്ലേ ഇതിന്? അല്ല അങ്ങനെ അല്ല പറയാ. വലിയ കാഴ്ച കിട്ടുന്നത്. ആ പറയും എവിടെ ഓക്കെ. അപ്പോൾ ശരി എന്നാ പറയാറ്? അപ്പോൾ തങ്ങളാണോ? തല തിരിച്ച് വായിക്കണം കേട്ടോ. ഞാനിങ്ങനെ എങ്ങനെ എഴുതിയേക്കണത്? ശുഭന്തച്ചെന്നാണ് എഴുതിയേക്കണത്. ഇവിടെ എഴുതിയില്ലല്ലോ, അതും മനസ്സിലാവണില്ല. ഷെതുക ഷെതുക എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? എന്തായാലും ഇതിൻ്റെ ടോപ്പ് വരെ കയറാൻ പറ്റി. എവിടെ ഏറ്റവും നമുക്ക് കാണാൻ പറ്റുമോ? വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടല്ലോ? എനിക്കറിയില്ല, ഞാൻ അത് കാരണം ചോദിച്ചു.
ആ അവിടെ നിന്ന് കാണാൻ അതേപോലെ ഞാൻ അപ്പോൾ ഇത് ഇവിടുത്തെ ദർശനത്തെ കുട്ടികളാണ് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന വരാൻ കേട്ടോ. എൻ്റെ പേരുന്ന എവിടെ സ്ഥലം? ചങ്ങരകുളം അല്ലേ. മൂപ്പൻ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ എല്ലാവരും നമ്മളെ സഹകരിച്ചിട്ടുണ്ട് അല്ലേ. ഭക്ഷണം മെസ്സിലാണല്ലേ നിങ്ങൾക്കൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാൽ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ദുആ ചെയ്യട്ടാ. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ആ ഈ നമ്മുടെ ഇവിടെ തന്നെ ഇത് പഴയ കാലത്തുള്ള ഇത് ഫുള്ള് ആയിട്ടുള്ള ഇത് തിരിയെപ്പോഴും കത്തിക്കാറില്ലേ? ഇത് ഇങ്ങനെ പഴയ കാലത്ത് അന്ന് കറണ്ട് ഇല്ലാത്തൊരു കാലഘട്ടമല്ലേ. അപ്പോൾ ഇത് വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഇത് കത്തിക്കാറ്. ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വട്ടം അടഞ്ഞിങ്ങനെ അങ്ങനെ ദർശക അവിടെ നിന്നാണ് ഈ വെളിച്ചം കൊണ്ടാണ് നോക്കി പഠിച്ചത്. അങ്ങനെ പഠിച്ച മുസ്ലിംമാരാണ് പഴയ കാലത്തുള്ളത്. മുസ്ലിംമാർ നല്ല ബിരുദം വന്നത്. അപ്പം അന്ന് പഠിച്ച് ഇവിടുന്ന് പോയിട്ട് പട്ടം വാങ്ങിയവരാണ് മുസ്ലിംമാർ. പിന്നെ അതിന് ശേഷമാണ് ഓരോരോ ബിരുദങ്ങൾ വന്നത്. കോളേജ് വന്നത്. പിന്നെ ഇതിൻ്റെ ശാഖ പല ഭാഗത്തുമായത്. ഇത് മുകളിൽ വെളിച്ചെണ്ണവും അടിയിൽ വെള്ളമാണ്. അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ടോ വെളിച്ചെണ്ണ? അതെ, ഇതിന് എടുത്തിട്ട് തിരി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ തിരി ഇങ്ങനെ കത്തിച്ചാൽ ഇങ്ങനെ കത്തിക്കില്ല. ഇവിടെ ഒന്നുമില്ല. മകരിവിൻ്റെ സമയത്ത് ഇത് കത്തി. അതല്ലേ. അപ്പോൾ എല്ലാവരും ദർശനം വേണ്ടി ചുറ്റിരിക്കുന്നുണ്ടല്ലേ? അന്നത്തെ കറണ്ട് വന്നില്ല. എന്നാലും കത്തിക്കാറുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഡെയിലി കത്തിക്കും. ദിവസവും മകരിവിന് മുമ്പ് കത്തി. പിന്നെ ഇതിന് 7 പടിയുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് 3 പടിയുണ്ട്. അത് 7 പടിയില്ലേ? 7 പടിയില്ലേ? 1 2 3 4 5 6 7ാമത്തെ പടി വരില്ലേ? അതെ. ഇതിൻ്റെ ഈ മേലെ വന്നിട്ടുള്ള ഈ ബോൾ വന്നിട്ട് ഇത് പോയി പോളാ. അതിങ്ങനെ ഒരു ഡിസൈൻ അന്നത്തെ കാലത്ത് തൂക്കിയിട്ടാണ്. കുറെ ഉണ്ടായിരുന്നു പഴയ കളർ. അതെ അല്ലേ. പിന്നെ കുറേയൊക്കെ പോയിട്ടുണ്ടല്ലേ. പഴയ കാലത്ത് ഇങ്ങനെ കുറെ ചുറ്റുഭാഗത്ത് മറ്റു ലൈറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറെ പാക്ക ചെല്ലും തോറും പൊട്ടി പോകുമല്ലോ. പിന്നെ അതുപോലെ തന്നെ വെളിച്ചില്ലെങ്കിൽ ഇത് തിരി കത്തിക്കും. ഇവിടെയും കത്തിക്കാറുണ്ടല്ലേ? ഇതിൻ്റെ ഉള്ളിൽ തിരി വെക്കും. അത് കത്തിക്കും. പ്രത്യേക ദിവസങ്ങളത് കത്തിക്കും. കത്തിക്കാറുണ്ട് ഇപ്പോഴും കത്തിക്കാറുണ്ട്. 27 മൂപ്പനാണ്ടിന് അങ്ങനെ പ്രത്യേക ദിവസങ്ങളിൽ പെരുന്നാലാവും. അങ്ങനെ കൊല്ലത്തിൽ 3-4 പ്രാവശ്യത്ത് കത്തിക്കും. ഞാൻ നബീനത്തിന് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. നബീനത്തിന് ഒരു പ്രാവശ്യം വന്നാൽ ഇവിടെ ഫുൾ ടൈം മൗലൂദുണ്ടെന്നുണ്ട്. സുബൈ വരെ. അത് രാത്രി 12 മണിക്ക് തുടങ്ങിയാൽ പുലർച്ചെ വരെ ഉണ്ടല്ലേ മൗലൂദ്. ഞാൻ കണ്ടിട്ട് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ മൗലൂദ് നടക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചീരിനി എന്തുകൊണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അന്ന് കറണ്ട് ഈ സ്പീക്കർ ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. അന്നേരം ഈ വാതിലിൽ വാങ്ങി കൊടുക്കുന്ന സമയത്ത് തുറക്കും ഈ വാതിൽ. അപ്പോൾ ആ ചീർപ്പം കൊണ്ട് ആക്കി 2 അടി അടിച്ച ഒച്ചപ്പെട്ടു. 2 ചീർപ്പുണ്ടല്ലോ, അത് ഒച്ചപ്പെടുത്തിയാലാണ് വാങ്ങി കൊടുക്കുന്ന സൂചന. ആൾക്കാർ ജനങ്ങൾക്കറിയാല്ലേ. അന്ന് നിശബ്ദതായ കാലഘട്ടമാണ്. ഇന്നലെ ജനപ്പെരിപ്പം. അപ്പോൾ അത് കാരണം ഈ സൗണ്ടിൽ ആ വാങ്ങി കൊടുക്കാനായി ജനങ്ങൾക്ക് റെഡിയായി. പിന്നെ വായന തുറന്ന് ഇവിടെ കൊടുക്കുമ്പോൾ സൗണ്ട് പുറത്തേക്ക് വാങ്ങാൻ. അന്ന് സ്പീക്കറൊന്നുമില്ല. അതിലുള്ളതാണ് ആ വാതിൽ. ആ വാതിൽ വാങ്ങി കൊടുക്കുമ്പോൾ തുറക്കുള്ളൂ. വെള്ളിയാഴ്ച ദിവസം മാത്രം മോഹറിന് തുടങ്ങിയാൽ അസറിന് നടക്കും. പിന്നെ ഫുൾ ടൈം പിന്നെ പെരുന്നാലാവിന് തുറക്കും. അതല്ലേ. ബാക്കിയൊക്കെ ഇതുപോലെ അതാണ് ഞാൻ വിചാരിച്ചത്. 2 ഡോർ തുറന്നു, 3ാമത്തെ ഡോർ വാങ്ങി കൊടുക്കുമ്പോൾ തുറക്കാണ്. പഴയ കാലത്ത് ഇതിനൊരു അങ്ങനായിരുന്നു. അതിപ്പോഴും ഇങ്ങനെ പഴയത് ഇത് നിലന്ന് പോകണം. മേലത്തെ ഞാൻ മേലെ കയറിയെന്ന് ചിന്ന വെള്ളിയിൽ കയറി ഞാൻ ഉള്ളിൽ കയറി. അതെ. അല്ല എനിക്ക് അറിയില്ല അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. കുട്ടികളെ ചോദിച്ചിട്ട് ഞാൻ കയറി. ഇൻഷാ അല്ലാ. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഈ കുളത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഈ ഇസ്ലാം മതം സ്വീകരിക്കുന്ന സ്ഥലമാണ് മോനോഫിലിസം സഭ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇല്യാസിന്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു ഭക്ഷണമൊക്കെ. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. മഗ്‌രിബോടുകൂടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 7 മണി ആയിട്ടുണ്ടാവും സമയം. അപ്പോൾ ആ വീഡിയോ കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക്സ്.